ടിൻസ് ടീംസ് നമുക്ക് ചേരുന്നുണ്ട് ഇസ്രായേലിൽ നിന്ന്. ടിൻസ്, നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം, അതായത് ഇറാന്റെ മിസൈൽ ആക്രമണം അടക്കം ഹൈഫ അടക്കമുള്ള വടക്കൻ മേഖലകളിലേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് അവിടുത്തെ എന്തെങ്കിലും അറിയിപ്പുകൾ, അത്തരത്തിൽ നിങ്ങൾക്കുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ്? ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന, ഇസ്രായേൽ നൽകിയിരിക്കുന്ന അറിയിപ്പുകൾ എന്തൊക്കെയാണ്? അവിടുത്തെ നിലവിലത്തെ സാഹചര്യം എന്താണ്? അതൊന്ന് വിശദീകരിക്കാമോ? ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് മുമ്പ് നമുക്ക് IDF-ൽ നിന്ന് വിവരം ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ഷെൽട്ടറുകൾക്ക് പരമാവധി അടുത്ത് തന്നെ നിൽക്കണമെന്ന്. പക്ഷെ ഒരു 18 മിനിറ്റ് മുമ്പ്, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിന്റെ ഒരു 18 മിനിറ്റ് മുമ്പ് ആ നിർദ്ദേശം അവർ പിൻവലിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ നമുക്ക് നിർദ്ദേശം തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇറാനിൽ നിന്ന് മിസൈല് ലോഞ്ച് ആകുന്ന സമയം അത് കണക്ക് കൂട്ടിയാണ് അവർ നമ്മൾക്ക് നേരത്തെ നിർദ്ദേശം തരുന്നത്. അപ്പൊ അവിടുന്ന് മിസൈല് ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കണക്കുകൂട്ടലാണ്. കാരണം കുറച്ചു നേരം മുമ്പ് മുതലേ അവര് ഭയങ്കരമായിട്ടൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു പലരും. അപ്പൊ അതിനെ തടയിട്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് സുരക്ഷിതമായ മാർഗങ്ങളിൽ ചെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം IDF തന്നത്. പക്ഷെ അങ്ങനെ ഒരു നീക്കം അവരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് അവരിപ്പോൾ ഈ നീക്കം പിൻവലിക്കുകയും നിങ്ങളുടെ താമസ സ്ഥലത്ത് തന്നെ മടങ്ങിയിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് 18 മിനിറ്റ് മുമ്പ് നമുക്ക് അടുത്ത നിർദ്ദേശം ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത്തരം ഒരു ആശങ്ക ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിനോടൊപ്പം തന്നെ IDF-ന്റെ ഒരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്, അവര് അവിടെ നിന്നും ആക്രമിക്കാനുള്ള സാധ്യതകൾ പുറപ്പെടുന്ന ആ പ്രദേശങ്ങളെല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്ത് ഇസ്രായേൽ സേന തകർക്കും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇറാന്റെ ഈ മിസൈൽ ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചിങ് സൈറ്റുകൾ അടക്കം ഇസ്രായേൽ ആക്രമിച്ച് തകർത്തു എന്നതടക്കമുള്ള വിവരങ്ങളാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്? അവർ തകർക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പാനിക് ആകണ്ട എന്നുള്ള നിർദ്ദേശമാണ് നമ്മളുടെ ഈ ഇടയിൽ ഇപ്പം മെസ്സേജുകളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടിൻസ് നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഒരു സംഘർഷ അല്ലെങ്കിൽ ഉണ്ടായ സാഹചര്യം, അത് മലയാളികളടക്കമുള്ള ആൾക്കാർ അവരെങ്ങനെയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ മാറി മാറി വരുന്ന മുന്നറിയിപ്പുകളടക്കം ആശങ്ക ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ IDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിനെ എത്തരത്തിലാണ് ഒരു സംഘടനകളുടെ നേതൃത്വത്തിൽ തന്നെയാണോ അതിൻ്റെ ഒരു നീക്കങ്ങളൊക്കെ നടക്കുന്നത്? അങ്ങനെ തരത്തിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ, അങ്ങനെയുള്ള ദൃശ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ചിട്ട്, ഈ ആക്രമണത്തിൻ്റെയൊക്കെ അടക്കം? ഇല്ല, നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെ ഒരു അസോസിയേഷനോ അങ്ങനെ ഒരു പ്രത്യേകമായൊരു സംഘടനകളോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരവരുടെ കാര്യം നോക്കി അവരവർ നിൽക്കുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഓരോ ദിവസങ്ങളിലായിട്ട് പുതുതായിട്ട് വന്നു ചേരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പലരും ഉടനെ തിരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഒരു ഫാമിലി ലൈഫുകൾ ഇവിടെ ഇല്ലാതെയോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു അസോസിയേഷനോ അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലുള്ള ആളുകളുമായിട്ട് മാത്രമാണ് നമുക്ക് മലയാളികളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ ആയിട്ടാണ്. അങ്ങനെയുള്ള ആളുകൾ, ആ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോൺടാക്ട് ഉണ്ട്. അവര് തമ്മിൽ ഞങ്ങളിപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട്. ഇതെന്നുള്ള അല്ലാതെ ഒരു ഫുൾ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ മലയാളികളുടെ ഇടയിൽ ഇല്ല. ടിൻസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മലയാളികൾ കൂടുതലുള്ള മേഖല അങ്ങനെ ഏതെങ്കിലും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ? അതായത് ഇപ്പോൾ ഇസ്രായേലിൽ എവിടെയാണ്, ഏത് മേഖലയിലാണ്? ഹൈഫയാണോ, അതുപോലെ തന്നെ അത് ടെല്ലവീവ് ആണോ ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെ ഉള്ള മേഖല? ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളത് ടെല്ലവീവ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജെറുസലേമാണ്. ഇത് പ്രധാനപ്പെട്ട 2 ടൗണുകൾ എന്നുള്ള നിലയിൽ ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളത്. നിലവിൽ ആളുകളെ, അതായത് ആളുകളോട് മാറി താമസിക്കാൻ അല്ലെങ്കിൽ വ്യോമഗതാഗതം അടക്കം തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ ആളുകൾ അവിടെ നിന്ന് മാറാനുള്ള ശ്രമങ്ങൾ വല്ലതും നടത്തുന്നുണ്ടോ? അതായത് കൂടുതൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ തിരിച്ച് ജന്മനാട്ടിലേക്കോ ഒക്കെ മടങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ടിൻസിന് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ നല്ല വാടക കൊടുത്താണ് നമ്മളിപ്പോ ഒരു റൂം എടുത്ത് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് വേറെ ഒരിടത്തേക്ക് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കൽ അല്ല. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു രാജ്യമായതുകൊണ്ട് തന്നെ ഒരു ബാലസ്റ്റിക് മിസൈലിനൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും വന്ന് വീഴാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഓടി നമ്മൾ എവിടെ ചെന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പ്രശ്നം തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നോ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അത് ഇപ്പൊ എല്ലായിടത്തും തന്നെ ഈ നാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, എല്ലായിടത്തും ഓരോ ബസ് സ്റ്റാൻഡുകളിൽ പോലും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ പോലും നമുക്ക് ഈ ബോംബ് ഷെൽട്ടറുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും ആ ഒരു രീതിയിലുള്ള പാനിക്കാകേണ്ട യാതൊരു കാര്യവുമില്ല.
ഓക്കെ, ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇതൊരു നിലവിൽ പുറത്തൊക്കെ ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവരെ കാണുമ്പോഴൊക്കെ അവരുടെ പ്രതികരണം എന്താണ്? ഈ ഒരു ഇറാന് മേലുള്ള ആക്രമണം അല്ലെങ്കിൽ ഇറാന്റെ തിരിച്ചുള്ള ആക്രമണം ഇത് സംബന്ധിച്ച് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം മലയാളികളെ സംബന്ധിച്ച് തുറന്നു പറയാലോ, പലർക്കും ഈ നമ്മള് ജോലിക്ക് പോകാൻ ഇപ്പൊ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. കാരണം നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത് കൊണ്ട് ഈ എയർപോർട്ട് അടച്ചിരുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ഒഫീഷ്യലായിട്ട് നടക്കുന്നത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മലയാളികളെ സംബന്ധിച്ച് ഒരു ദിവസം പോലും കളയാതെ അവർ ജോലിക്ക് പോകുന്ന ആളുകളാണ്. പറ്റുമെങ്കിൽ ഒരു 18-19 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞാനും അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് ജോലി നഷ്ടപ്പെടുന്നതാണ് ഇവളെ സംബന്ധിച്ച് ഏറ്റവും വിഷമം എന്ന് പറയുന്നത്. യുദ്ധം ഉണ്ടായതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളല്ല, ഈ ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ജോലിക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ അങ്ങനെ മുന്നോട്ട് വെക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ജോലിക്ക് പോകാത്തൊരു സാഹചര്യത്തിൽ, അത് ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു അവധി അല്ലെങ്കിൽ അങ്ങനെയുള്ള ലീവിനൊക്കെയുള്ള മറ്റ് ഇളവുകളൊന്നും അങ്ങനെയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലേ? ഈ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഹോട്ടലിൽ പാത്രം കഴുകാൻ പോവുക, അല്ലെങ്കിൽ ഈ എയർപോർട്ടിൽ ക്ലീനിങ്ങിന് പോവുക, ഇങ്ങനെയുള്ള ജോലികൾക്കകത്ത് വർക്ക് ഫ്രം ഹോം നടക്കത്തില്ലല്ലോ. നമ്മൾ തന്നെ ചെല്ലണമല്ലോ. അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ മേഖലയിൽ ജോലി ചെയ്യുന്നവര്, കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവര്, ഇവരൊക്കെ സൈറ്റിൽ ചെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആവശ്യം മാത്രമേ ഇവർക്കുള്ളൂ. നമുക്കല്ലാതെ വീട്ടിൽ ഇരുന്നുകൊണ്ടൊരു ജോലി ചെയ്യാവുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തില്ല. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്ന അത്തരമുള്ള ഹോസ്പിറ്റാലിറ്റി ജോലികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ചെയ്യുന്നു. പിന്നെ കൂടുതലായിട്ടും ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ കെയർ ഗീവർമാരായിട്ടുള്ളവരാണ്. ഈ അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെയൊക്കെ നോക്കാൻ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളവര്. ഇപ്പൊ നമ്മുടെ തന്നെ കേരളത്തിൽ നിന്ന് വന്ന സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഇടുക്കിക്കാരി, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ മിസൈൽ ആക്രമണത്തിൽ മരണപ്പെട്ടത് നമുക്കറിയാമല്ലോ. അവരെ പോലുള്ള ആളുകൾ എന്ന് പറയുന്നത് എല്ലാവരും വീട്ടിൽ നിന്നുകൊണ്ട് ഈ അപ്പാപ്പന്മാരെ അമ്മമാരെ നോക്കുന്നവരാണ്. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ഇവരെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഈ അമ്മച്ചീനെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് സൗമ്യ നമുക്ക് നഷ്ടപ്പെട്ടത്, ബോംബാക്രമണത്തിൽ മരണപ്പെട്ടത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് കൊല്ലം സ്വദേശിയായ ഒരു ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ വന്ന ഒരാളാണ്. അദ്ദേഹം മരണപ്പെട്ടത് പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിസൈലേറ്റ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ടിൻസപ്പള്ളി പറഞ്ഞു വരുന്നത് യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുഗതാഗതം അടക്കം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പൊതുഗതാഗതം അത്യാവശ്യം ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നെ ഞങ്ങളത് പറയുകയും ചെയ്തു, ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പക്ഷെ അത് ഒരുപാട് സർവീസ് നടത്തുന്നില്ല, അത്യാവശ്യം ചില കാര്യങ്ങൾ സർവീസ് നടത്തുന്നു. പിന്നെ സ്വകാര്യ വാഹനങ്ങൾ എപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ ഇന്ന് ആണെങ്കിലും എയർപോർട്ടിലൊക്കെ അത്യാവശ്യം ആളുകൾ ഇന്ന് ജോലിക്ക് നൈറ്റ് പോയിട്ടുണ്ട്. അത് ക്ലീനിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു വിനോദസഞ്ചാരികളൊക്കെ കൂടുതൽ എത്തുന്ന ഒരു കാലമാണോ ഇസ്രായേലിലേക്ക്? അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ, അതായത് കൂടുതൽ വിദേശികളടക്കം ഇസ്രായേലിൽ തങ്ങുന്ന ഒരു കാലമാണോ ഇപ്പോൾ ഉള്ളത്? അത് അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ ഇസ്രായേലിൽ? ഇല്ല, ഇസ്രായേലിൽ അങ്ങനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം ഇപ്പം നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തുമസിന്റെ സമയത്തും അതുപോലെ തന്നെ പെസഹ, ഈസ്റ്റർ ആ സമയങ്ങളിലാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കാനൊക്കെ ആയിട്ട് ആ കുരിശിന്റെ വഴി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഇപ്പൊ ഏറെക്കുറെ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പം അങ്ങനെ ഒരു ഇതില്ല. പിന്നെ ഇനിയിപ്പം തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആണ് കൂടുതൽ ആളുകൾ ഇനി വരികയുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു പ്രശ്നമില്ല, ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല. പിന്നെ ടൂറിസ്റ്റുകൾ എപ്പോഴും വന്നു പോകുന്നതാണ്. പക്ഷേ ഇത് ഇപ്പം ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് സന്ദർശനം ഒരല്പനേരം മുമ്പാണ് ഞാൻ വാർത്ത വായിച്ചത്, നിരോധിച്ചിട്ടുണ്ട്, ടൂറിസ്റ്റുകൾ കടന്നു പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് എങ്ങനെ വരാൻ പറ്റും? കാരണം ഫ്ലൈറ്റ് സർവീസ് ഇല്ലല്ലോ. ഇവിടുന്ന് തന്നെയുള്ള ഫ്ലൈറ്റുകളൊക്കെ കഴിഞ്ഞ് ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരുപാട് ഫ്ലൈറ്റുകൾ ഇവിടെ നിന്നും പോകുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നത് അത് ഇവിടെ നിന്ന് ഈ എയർപോർട്ട് ആക്രമിക്കുന്ന ഒരു പശ്ചാത്തല സാഹചര്യം ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് മാറ്റിയതായിരിക്കാം, വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് മാറ്റിയതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ എല്ലാം നിശ്ചലമാണ്, ആ ഒരു മേഖലയെല്ലാം നിശ്ചലമാണ്. അപ്പോൾ നിലവിൽ റോഡ് മാർഗമുള്ള ഗതാഗതം മാത്രമാണ് നിലവിലുള്ളത്. വ്യോമഗതാഗതം നേരത്തെ തന്നെ അടച്ചിട്ടിരിക്കുന്നു. ആ റോഡ് മാർഗമുള്ള ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല അല്ലേ? ഇല്ല, നിയന്ത്രണമൊന്നുമില്ല. ആർക്കും എവിടെ വേണേലും ഇപ്പൊ എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പം പിടിച്ചു നിർത്തി പോലീസ് പിടിച്ചു നിർത്തി ലാത്തി ചാർജ് നടത്തി ഓടിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു നിർത്തി ഏത്ത പിടിപ്പിക്കുകയോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല.
ഇവിടെ നമ്മൾ റോട്ടിൽ കൂടെ നടക്കുന്നു, ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. അത് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൂട്ടം കൂടരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ കയറി ഇന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാം ഫ്രണ്ട്ലി ഒരു രീതിയാണ് ഇവിടെ പോലീസും. അതായത് ഒരു യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭീതിതമായ ഒരു അന്തരീക്ഷം നിലവിൽ ഇസ്രായേലിലില്ല. അത്തരത്തിൽ അങ്ങനെ ഒരു ഭീതിയില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ഒരു ഭീതിയില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയി രാവിലെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ കരുവിച്ച് കഴിച്ചതേ ഉള്ളൂ. അപ്പൊ നാളെ ഇവിടെ ചുമ്മാ ഇരിക്കും. അപ്പൊ നാളെ ഞങ്ങൾ ഗ്രില്ല് ചിക്കൻ ചുടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞിട്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ നാട്ടിൽ പറയുന്നത് പോലെ ഇവിടെയെല്ലാം ആളുകളെല്ലാം പാനിക്കായിട്ട് ഓടുകയാണ് എന്നൊക്കെ പറയുന്നത് ഒന്നും കറക്റ്റ് അല്ല. ഞങ്ങൾ ഇവിടെ ജീവിക്കുമല്ലേ, ഞങ്ങൾ ഇവിടെ എത്രയും ഹാപ്പി ആയിട്ടല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ടിൻസിപ്പ് താമസിക്കുന്നത് മേഖല ഏതാണ് ഇപ്പോൾ, അതൊന്ന് പറയാമോ? ഞാൻ ടെല്ലവീവ് സെൻട്രൽ ടെല്ലവീവിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുവാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഈ ഭാഗത്തേക്കേ വരുള്ളൂ. ഓ അതെ. അപ്പോൾ അതായത് നാട്ടിലുള്ളവരോടും ബന്ധുക്കളോടും ഒക്കെ പറയാനുള്ളത് ഇതാണ്, നിലവിൽ ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സുരക്ഷിതമാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ എല്ലാവരോടും പറയുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഈ വാർത്തകൾ കണ്ടിട്ട് അവര് ഭയപ്പെട്ട് വിളിക്കണം. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു മടുത്തു. കാരണം ഒരു കുഴപ്പമില്ല, ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. ഒരു വേറെ വിഷയമില്ല. ഹാപ്പി അല്ലാത്ത ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യുദ്ധം എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ജോലിക്ക് പോകാൻ, അതായത് നേരത്തെ പറഞ്ഞു ഈ സൂപ്പർ മാർക്കറ്റ് അടക്കമുള്ളവ പ്രവർത്തിക്കുന്നുണ്ട്, ഹോട്ടൽ അടക്കമുള്ളവ പ്രവർത്തിക്കുന്നുണ്ട്, എങ്കിൽ പോലും മലയാളികൾ ഒരു മടിച്ചിട്ട് തന്നെയാണ്. മലയാളികൾ മാത്രമാണോ ജോലിക്ക് പോകാതിരിക്കുന്നത്, അതോ ഇസ്രായേൽ പൗരന്മാരടക്കം ജോലിക്ക് പോകാത്ത? അതുകൊണ്ടല്ല, നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇപ്പൊ ഹോട്ടലുകളൊക്കെ അധികം പ്രവർത്തിക്കുന്നൊന്നുമില്ല. മറ്റേ ഈ കടകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കോഫി ഷോപ്പുകൾ, അങ്ങനെ വലിയ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. പകരം ചെറിയ സ്ഥാപനങ്ങൾ, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, ഇപ്പൊ നമ്മളുടെയൊക്കെ നാട്ടിലെ എന്താ പറയാ, ഒരാൾ മാത്രം നിന്ന് പണി ചെയ്യുന്ന കടകളൊക്കെ ഇല്ലേ, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഇത്രയും ബൾക്കായിട്ടുള്ള ആളുകൾ ഇവിടെ നിൽക്കുകയല്ലേ, അവർക്ക് എല്ലാവർക്കും വളരെ കുറച്ച് പേര് ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രിയിൽ കുറച്ച് പേര് ജോലിക്ക് പോയിട്ടുണ്ട്, എയർപോർട്ടിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്. എല്ലാവർക്കും പറ്റുന്നില്ല, കാരണം എല്ലാവർക്കും വേക്കൻസി കിട്ടുന്നില്ല. കാരണം എന്തെങ്കിലും പണി ഉണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, നന്ദി ടിൻസ് നമ്മളോടൊപ്പം ഇത്രയും നേരം പ്രതികരിച്ചതിന്.